കാലുഷ്യങ്ങൾ കളമാടുന്ന കാലത്തിലൂടെയാണ് ഇന്ന് കോടാനുകോടി മനുഷ്യജീവിതങ്ങൾ കുതിക്കുന്നത്. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഗതികിട്ടാതെ അലയുന്ന അഭ്യസ്തവിദ്യരും ഭൗതിക വിഭവങ്ങളാൽ സമ്പന്നരായവരും അനേകമാണ്. വിദ്യാഭ്യാസത്തിന്റെ നെറുകയിലേറി 7 അക്ക സംഖ്യ ശമ്പളമായി അക്കൗണ്ടിലെത്തുമ്പോൾ പല മനുഷ്യരുടെയും മനസ്സുകളിൽ ഉതിരുന്ന മന്ത്രണം ജീവിത വിജയം കൈവരിച്ചു എന്ന് തന്നെയാവാം. പക്ഷേ ആത്യന്തികമായ വിജയം അവർ കൈവരിച്ചുവോ? മനുഷ്യന്റെ മോക്ഷമാർഗം പ്രപഞ്ചസൃഷ്ടാവിന്റെ സന്ദേശങ്ങളാണ്. ഭൗതിക സുഖങ്ങൾ ഇഹലോകത്ത് എത്ര തന്നെ കൈവരിച്ചു എന്നു പറഞ്ഞാലും മനുഷ്യന്റെ ആത്യന്തിക വിജയം അനശ്വരമായ പരലോക വിജയം തന്നെയാണ്. ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നിഷ്ഫലമായി മാറുന്ന പാരത്രിക ജീവിതത്തെക്കുറിച്ച് ഇടയ്ക്കെപ്പോഴൊക്കെയോ നാം മറന്നു പോകുന്നില്ലേ? ഉന്നത തൊഴിലുകളിലേറി ആഡംബര സുഖസൗകര്യങ്ങളിൽ ആറാടി നടക്കുമ്പോഴും മനുഷ്യൻ മനസ്സമാധാനത്തിനു വേണ്ടി അലഞ്ഞു നടക്കാറുണ്ട്. വിഷാദരോഗത്തിനും കടുത്ത സമ്മർദ്ദങ്ങൾക്കും അടിമകളാണ് ഇന്നത്തെ പല പ്രൊഫഷണൽസുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളും മനുഷ്യനിൽ പിടിമുറുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അങ്കലാപ്പ് ലോകമാകെ പുതയും. പുരുഷന്മാരുടെ മാത്രമല്ല, സ്ത്രീകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ജോലിസ്ഥലങ്ങളിലെ പീഡനങ്ങളും ജോലിയുടെ കഠിനതകളും സ്ത്രീകളെയും വല്ലാതെ വലിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ വരുന്ന ദുരവസ്ഥയാണ് പല വീടുകളിലും ഇന്ന് നിലനിൽക്കുന്നത്. മക്കൾക്ക് മാതാപിതാക്കളോടോ മാതാപിതാക്കൾക്ക് മക്കളോടോ വൈകാരിക ഭാവുകങ്ങൾ കുറയുകയും ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ നേർത്ത് വരികയും ചെയ്യുന്നു. മാതാപിതാക്കളുടെ മാനസികാസ്വാസ്ഥ്യങ്ങൾക്കിടയിൽ ഒരു സമസ്യയായി മാറുന്നത് മക്കളാണ്. സമ്മർദ്ദങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ പലരും അഭയം തേടുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലായിരിക്കും. ചിലർ ഗുളികകളിൽ ആശ്വാസം നേടാൻ ശ്രമിക്കും. മറ്റു ചിലർ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നാലെ പരക്കം പായും. ഇതിലൊന്നും നിയന്ത്രണം ലഭിക്കാതെ വരുമ്പോൾ പലരും ആത്മഹത്യയിലേക്ക് കടക്കും. ലോകപ്രശസ്തരായ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പോലും ആത്മഹത്യകളിൽ അഭയം തേടിയ വാർത്തകൾ കേട്ടവരാണ് നാം. ലക്ഷക്കണക്കിന് ആളുകളെപ്പോലും പ്രചോദിപ്പിച്ചവർക്ക് പോലും നഷ്ടമായത് എന്താണ്? അത് മോക്ഷപ്രാപ്തിയുടെ ശരിയായ മാർഗമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ബോധ്യം ഇതെല്ലാം പടച്ചവന്റെ പരീക്ഷണങ്ങളാണ് എന്നതാണ്. ഈ ഞെരുക്കത്തിനു ശേഷം ഒരു എളുപ്പം തങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന പടച്ചവന്റെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിക്കലാണ് ഒരു മുസ്ലിമിന്റെ ധർമ്മം. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു എന്ന വചനം ക്ലേശങ്ങളിൽ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. വരിഞ്ഞുമുറുക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ പോലും ലഹരികൾക്കും കൊടിയ അധാർമികതകൾക്കും പിന്നാലെ പോകാതെ മനുഷ്യരെ പിടിച്ചു നിർത്താൻ അചഞ്ചലമായ ദൈവവിശ്വാസത്തിന് സാധിക്കും. പരലോക വിജയത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിനോടൊപ്പം ഇഹലോക വിജയത്തിൽ ക്ഷമ കൈക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു വിശ്വാസി ബോധവാനായിരിക്കും. പ്രയാസങ്ങളിൽ ആടിയുലഞ്ഞാലും വീണുപോയാലും പിന്നെയും നിവർന്നു നിന്ന് പോരാടാനുള്ള ശേഷി നൽകാൻ ഹൃദയത്തിനുള്ളിലെ ഈമാനിന് കഴിയും. വിശ്വാസബോധ്യങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിക്ക് പരീക്ഷണങ്ങളും പടച്ചവന്റെ സ്നേഹമാണെന്ന് ഉറപ്പിക്കാനാകും. ഇതിനെല്ലാം സഹായകമാകുന്ന ഒരു കൂടിയിരുത്തമാണ് ISM പ്രൊഫെക്സിൽ ഉദ്ദേശിക്കുന്നത്. ജീവിത വഴികളിൽ വിശ്വാസത്തിന്റെ പ്രകാശം വിതയ്ക്കാൻ പ്രൊഫഷണൽസിനു വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഈ പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസ് സംഗമത്തിന് സാധിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും കുടുംബസമേതം ജൂലൈ 7 ഞായറാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം ഒർലാൻഡോ സിറ്റി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ISM പ്രൊഫെക്സൽ പ്രൊഫഷണൽസ് ഫാമിലി കോൺഫറൻസിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ഫാമിലി മീറ്റിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9037262626 9400095648.